ശ്രീ സർ നമസ്കാരം. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മുരളീധരനൊക്കെ ഒരു വലിയ പ്രസ്താവന നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം പല തവണകളായി കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. പല തിരഞ്ഞെടുപ്പുകളിലും, അതായത് നേമത്തും വട്ടിയൂർക്കാവിലും ഉൾപ്പെടെ അത് തങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നായിരുന്നു മുരളീധരന്റെ പ്രസ്താവന. ഇത് കോൺഗ്രസിനെ ചെറുതൊന്നുമല്ലാത്ത ഒരു കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് തുറന്നു പറയാനൊന്നും നേതാക്കൾ തയ്യാറല്ല. ഒരു ഭാഗത്ത് ഈ ഭൂരിപക്ഷ വർഗീയതയെ കുറ്റം പറയുമ്പോൾ മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെ നേരിടാമെന്നാണോ കോൺഗ്രസ് കരുതുന്നത്? പാർത്ഥൻ നമസ്കാരം. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള, വളരെ ഗൗരവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പാർത്ഥൻ ഇപ്പോൾ പറഞ്ഞു വെച്ചതാണ് അതിൻ്റെ ക്രക്സ് ആയിട്ടുള്ള പോയിന്റ്. അതായത് ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്നീ രണ്ട് തരത്തിലുള്ള വർഗീയതയും ഞങ്ങൾ ഒരേപോലെ തന്നെയാണ് കാണുന്നത് എന്നാണ് എല്ലായ്പ്പോഴും കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പറയുമ്പോൾ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുമ്പോൾ പലപ്പോഴും സംഘപരിവാറിനെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് RSSനെ, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള BJPയെ ഒക്കെ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, പല ഇൻസിഡൻറ്റുകളും പറഞ്ഞുകൊണ്ട്, പല വ്യക്തികളുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് ആക്രമിക്കാനായിട്ട് ഇവർ ശ്രമിക്കാറുണ്ട്. നേരെ മറിച്ച് ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ വ്യക്തികളുടെയോ ഒക്കെ തന്നെ പേരെടുത്ത് പറയുന്നതിന് പലപ്പോഴും കോൺഗ്രസിനായിക്കോട്ടെ CPMനായിക്കോട്ടെ പല തരത്തിലുള്ള വൈമുഖ്യവും നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭൂരിപക്ഷ വർഗീയത എന്നതുപോലെ തന്നെ പ്രശ്നമാണ് ന്യൂനപക്ഷ വർഗീയത എന്ന് ഒരു പാസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തും എന്നതിനപ്പുറത്തേക്ക് ഇൻസിഡൻറ്റ് സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോ പ്രസ്ഥാനത്തിനെയോ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ടോ പലപ്പോഴും ഈ രണ്ട് പാർട്ടികളും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം ചർച്ച ചെയ്തതാണ്. കോൺഗ്രസ്സുകാരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിനോട് പലപ്പോഴും ഉണ്ടാകുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വർഗീയമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ വോട്ടുകൾ വേണ്ട എന്നാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ആൾക്കാർ തയ്യാറാകുന്നില്ല, കോൺഗ്രസിൽ നിന്ന് പോലും. അത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ ചർച്ചയായ വിഷയമാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു പടി കൂടി കടന്നുകൊണ്ട് CPM ഒരു ഭാഗത്ത് അതിശക്തമായിട്ട് ന്യൂനപക്ഷ വർഗീയതയെ ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അവർ പ്രത്യേകിച്ച് അതിൽ ഈ പാർട്ടികളെയൊക്കെ തന്നെ SDPയുടെ പേരെടുത്ത് പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ പേരെടുത്ത് പറയുന്നു. അങ്ങനെ ഈ ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവരെതിരെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പിന്തുണ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നത് കോൺഗ്രസിനാണ് എന്നിവർ പറയുന്നുമുണ്ട്. രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തിൻ്റേത് കൃത്യമായി അറിയാവുന്ന ഈ രണ്ട് പാർട്ടികളുടെയും പ്രവർത്തന മേഖല ഏത് രീതിയിലായിരുന്നു വിപുലീകരിച്ചത് എന്നും ഓരോ തെരഞ്ഞെടുപ്പിലും ഇവരെ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് എന്നതിനെ പറ്റിയുള്ള ചരിത്രവും അറിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടികൾ, അതിപ്പോൾ SDP ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ, ഇവരൊക്കെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളിലാണ് പിന്തുണച്ചിട്ടുള്ളത് എന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പരസ്യ പ്രസ്താവനകൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇപ്പോൾ ശ്രീ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പല തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്നില്ല, പക്ഷേ 2016 തനിക്ക് കിട്ടിയിരുന്നു എന്ന് പറയുന്നു. 2019 മുതൽ ദേശീയ അടിസ്ഥാനത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൽ ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ സംഘടനയുടെയൊക്കെ തന്നെ പേര് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പക്ഷേ അതിനോടുള്ള പ്രതികരണം നോക്കൂ. ഇപ്പോൾ ശ്രീ VD സതീശൻ, അദ്ദേഹവും ഇതേ നിലപാട് സ്വീകരിക്കുന്നയാളാണ്. ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് പോലെ തന്നെ അപകടകരമാണ് ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നയാളാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പിന്തുണ ലഭിച്ചിട്ടില്ല. 2016 ചിലപ്പോൾ 4-5 സീറ്റുകളിലൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ അത് ഒരു അടിസ്ഥാനത്തിൻ്റെ പേര്, അതായത് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് 2016 പിന്നീട് ഇങ്ങോട്ടാണെങ്കിലും ഈ പ്രസ്ഥാനങ്ങളാണെങ്കിലും അവരുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിലും പിന്തുണ നൽകിയിരിക്കുന്നത് LDFനാണ് അല്ലെങ്കിൽ CPMനാണ് എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത്. ഇത് പറയുന്നതിൽ ഒരു കാര്യം വ്യക്തമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിന് കിട്ടി എന്ന് സമ്മതിക്കാൻ പ്രതിപക്ഷ നേതാവിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനെ പൂർണ്ണമായിട്ട് തള്ളാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇപ്പോൾ ശ്രീ K മുരളീധരൻ 2016 തനിക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞതെങ്കിൽ ശ്രീ സതീശൻ പറയുന്ന സമയത്ത് ചില സീറ്റുകളിൽ എന്ന രീതിയിലത്തേക്കാണ്, അതായത് ഒന്നിലധികം സീറ്റുകളിൽ അങ്ങനെ കിട്ടിയിരിക്കാനുള്ള ധാരണ. അപ്പോൾ ആ ധാരണ എവിടെ നിന്നാണ് വരിക? ഒന്നിലധികം സീറ്റുകളിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശ്രീ K മുരളീധരന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് വരിക? അതിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കുമ്മനം രാജശേഖരൻ എതിരെ മത്സരിക്കുന്നത് കൊണ്ടാണോ? അതുകൊണ്ട് മാത്രമായിട്ടാണോ കിട്ടിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മറ്റു ചില സീറ്റുകളിൽ കൂടി കിട്ടിയിരിക്കുന്നതിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പിനെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് മുരളീധരൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് തനിക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇതേപോലെയുള്ള ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു
പിന്തുണ വെൽഫെയർ പാർട്ടി നാഷണൽ ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം സ്വാധീന ശക്തി ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെ രണ്ടാമത് വിഷയമാണ്. പക്ഷേ ആശയപരമായിട്ട് ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പിന്തുണ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആ പാർട്ടിയുടെ ദേശീയ നയമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളെല്ലാം വീണ്ടും പ്രസക്തമാണ്. അതായത് ഭൂരിപക്ഷ വർഗീയതയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ തള്ളിപ്പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷ വർഗീയത എന്ന് പേരിൽ പറയുകയും എന്നാൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണ നിങ്ങൾക്ക് കിട്ടുകയാണ് എങ്കിൽ അത് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത് എന്താണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇവിടെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ആംഗിൾ കൂടിയുണ്ട് പാർത്ഥൻ. അതായത് നിങ്ങൾ ഈ പാർട്ടികളെയെല്ലാം തന്നെ അല്ലെങ്കിൽ അവയെ നയിക്കുന്ന പ്രസ്ഥാനങ്ങളെയൊക്കെ തന്നെ വർഗീയ കക്ഷികളായിട്ട് തന്നെയാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ, അവരൊക്കെ തന്നെ ന്യൂനപക്ഷ വർഗീയതയുടെ വക്താക്കളാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ, തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾ എന്തിനാണ് അവരുടെ വോട്ട് സ്വീകരിക്കുന്നത്? അപ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികൾക്കെതിരാണ് എങ്കിൽ 2016 അവർ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം അദ്ദേഹത്തിനുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞില്ല, എനിക്കത് വേണ്ട, എൻ്റേത് സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്, എല്ലാ തരത്തിലുള്ള വർഗീയതയ്ക്കും എതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് എൻ്റേത്, എൻ്റെ പ്രസ്ഥാനത്തിൻ്റേത്, അതുകൊണ്ട് അതെനിക്ക് വേണ്ട എന്ന് എന്തുകൊണ്ടാണ് ഇവർ പറയാത്തത്? നമ്മൾ ഇന്നേ വരെ SDP-യുടെ പിന്തുണ ആയിക്കോട്ടെ, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമി അവരുടേതായിട്ടുള്ള ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന രീതിയിലത്തേക്ക് പറയുന്ന സന്ദർഭങ്ങളായിക്കോട്ടെ, ഇതിലൊന്നും തന്നെ ആർക്കാണോ പിന്തുണ പ്രഖ്യാപിക്കുന്നത് ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാനായിട്ട് ഇവർക്കാർക്കും തന്നെ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഇതര ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇവരെയൊക്കെ തന്നെ ഒരു പൊതുവായിട്ടുള്ള ഒരു വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെയൊക്കെ നമ്മൾ വിമർശിക്കുമെങ്കിലും, തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സംഘം ചേർന്ന് ഇവർ വോട്ട് ചെയ്യാനായിട്ട് തയ്യാറാണ് എങ്കിൽ ആ വോട്ട് നേടിയെടുത്തുകൊണ്ട് അതിൻ്റെ പേരിൽ അധികാരത്തിൽ വന്നിട്ട് വീണ്ടും ഇവരെ കുറ്റം പറയാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനം ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം നയവഞ്ചനയാണ്, ആൾക്കാരോട് കാണിക്കുന്ന വഞ്ചനയാണ്. കാരണം നമുക്കറിയാം, നിയമത്ത് എൻ്റെ ഓർമ്മ SDP ആണ്, ശ്രീ വി ശിവൻകുട്ടി അവിടെ മത്സരിക്കുന്ന സമയത്ത് അവരുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അവരുടെ ചില നേതാക്കൾ പറഞ്ഞത് നിയമം മണ്ഡലത്തിൽ ഏതാണ്ട് 10,000-ഓളം, കണക്കുകളൊക്കെ ബ്ലോട്ടഡ് ആയിരിക്കാം, പക്ഷേ 10,000-ഓളം വോട്ടുകൾ അവർക്കുണ്ട്, ആ വോട്ടുകൾ അവർ CPM-ന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രസ്താവന അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ആ സമയത്ത് ശ്രീ വി ശിവൻകുട്ടിയോ അല്ലെങ്കിൽ ഇന്ന് ഇവരെയൊക്കെ തന്നെ എതിർക്കുന്ന CPM-ഓ ശ്രീ പിണറായി വിജയനോ അന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾക്കിത് വേണ്ട, ഇവരൊരു വർഗീയ കക്ഷിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതിനർത്ഥം ഈ നമുക്കിത് കിട്ടുകയാണ് എങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് തന്ത്രവും പയറ്റാനായിട്ട് നമ്മളൊക്കെ തന്നെ റെഡിയാണ്. പക്ഷേ അതല്ലാത്ത സമയത്ത് ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് ഇവരെയെല്ലാം ഒരു നുഖത്തിൽ കെട്ടിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയത ഈസ് ഈക്വൽ ടു ന്യൂനപക്ഷ വർഗീയത എന്നുള്ള ഒരു സമവാക്യം ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. അതല്ലാതെ ഇവർക്ക് ആർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയുമില്ല. ഇപ്പോൾ ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രസ്താവന നമ്മൾ എടുത്തതിന് ശേഷം ഏതെങ്കിലും മണ്ഡലങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു അറിവുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം, ഞാൻ VD സതീശൻ എന്ന് പറയുന്നില്ല കാരണം അദ്ദേഹം ആയിരുന്നില്ല അന്ന് തലപ്പത്തുണ്ടായിരുന്നത്, കോൺഗ്രസിൻ്റെ നേതൃത്വം എന്തുകൊണ്ടാണ് ആ ഒരു നിലപാട് സ്വീകരിക്കാതിരുന്നത്? അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറയുമ്പോൾ ശ്രീ K മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നു. ശ്രീ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിവുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് 2016 ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഇവർ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കോൺഗ്രസിനെ നയിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് അതിനെപ്പറ്റിയിട്ടുള്ള അറിവുണ്ടായിരിക്കും. പക്ഷേ ഇവരുടെ ആരുടെയും ഭാഗത്തു നിന്ന് നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, കാരണം നിങ്ങൾ വർഗീയ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞിരുന്നില്ല. ഇവരാരും തന്നെ പറഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ നമ്മളോട് പറയുന്നത് വെറുതെ വിമർശിക്കാൻ വേണ്ടി പറയുന്ന വിമർശനങ്ങളാണ് എന്നതിനപ്പുറത്തേക്ക് അരക്കഴഞ്ച ആത്മാർത്ഥത ഇവർ പറയുന്ന കാര്യങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് വളരെ കൃത്യമാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് കിട്ടുമ്പോൾ ഒരു പ്രശ്നവുമില്ല, മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴാണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിൽ എന്താണ് ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയെ തങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതും ഈ വിഷയത്തിൽ ഇവർക്ക് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഒപ്പം ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ CP ജോൺ, അതായത് CMB-യുടെ CP ജോൺ പറയുകയുണ്ടായി, ന്യൂനപക്ഷ വർഗീയതയെ അഥവാ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഒന്നും നമ്മൾ അങ്ങനെ ഒരു തീവ്രവാദ പാർട്ടിയായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല, അവരെ സഹകരിപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, RSSനോട് പൊരുതുമ്പോൾ ഇവരെയൊക്കെ സഹകരിപ്പിക്കേണ്ടി വരും എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തി. അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില പ്രസ്താവനകൾ ന്യൂനപക്ഷ വർഗീയതയെ അങ്ങനെ വലിയ പ്രശ്നമായിട്ട് കാണേണ്ട, ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ അത്ര ഒരു വലിയ പ്രശ്നമല്ല അത് എന്നുള്ള തരത്തിലൊക്കെ ചില പ്രധാനപ്പെട്ട ചില മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നത് കേട്ടു. എവിടേക്കാണ് ഇവരിതിനെ കൊണ്ടുപോകുന്നത്? പാർത്ഥൻ, ഇതൊക്കെ കുറേയധികം സമീകരണങ്ങളുടെ പ്രശ്നമാണ്. അതായത് സംഘടിതമായിട്ടുള്ള ഒരു മുസ്ലിം വോട്ട് ബാങ്ക് നമ്മുടെ നാട്ടിലുണ്ട് എന്നും അത് വളരെ ഡിസൈസീവ് ആണ് എന്നും
അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളിലുമുള്ളത്. അപ്പോൾ അവരെ എങ്ങനെ നമ്മളുടെ ഭാഗത്ത് നിർത്താനായിട്ട് സാധിക്കുമെന്നാണ് പ്രധാനമായിട്ട് കോൺഗ്രസും CPM-ഉം കഴിഞ്ഞ കുറേ കാലമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിം വിഭാഗത്തിനെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയിട്ട് CPM പലപ്പോഴും അവർക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ലാത്ത, അതായത് ഒരു സ്റ്റേറ്റിന് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ലാത്ത വിഷയങ്ങളിൽ പോലും നമ്മുടെ അസംബ്ലിയിൽ പ്രമേയങ്ങൾ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം പോലെ പൂർണ്ണമായും കേന്ദ്ര അധികാരത്തിൻ്റെ പുറത്ത് മാത്രം നടപ്പാക്കാൻ കഴിയുന്ന നിയമങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നടപ്പാക്കില്ല എന്ന് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ലാതെ പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള സങ്കോചവും കാണിച്ചിട്ടില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഇസ്ലാം മതവിഭാഗത്തിലുള്ള ആൾക്കാരെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ശ്രമം. കോൺഗ്രസ് എന്ത് ചെയ്തു? എല്ലാ വിഷയങ്ങളിലും CPM-നെ ആശയപരമായിട്ട് എതിർക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കൂടി ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ പ്രമേയത്തിനെ പിന്തുണച്ചില്ല എങ്കിൽ ഞങ്ങൾ മുസ്ലിം വിരുദ്ധരാണ് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ ചിത്രീകരിക്കും എന്നുള്ള ഒരു ഭയപ്പാടുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രമേയങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും സംഘടിതമായിട്ടുള്ള പ്രമേയം പാസ്സാക്കൽ, സംഘടിതമായിട്ടുള്ള സമരങ്ങൾ, ഇതെല്ലാം തന്നെ നടത്തുന്നത് എന്തിനാണ്? ഇവിടെ കേന്ദ്രത്തിൽ BJP സർക്കാർ കൊണ്ടുവരുന്നിരുന്ന പല നിയമങ്ങളും ന്യൂനപക്ഷ വിരുദ്ധമാണ്, അതുകൊണ്ട് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളോടൊപ്പമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിതിനെല്ലാം ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അടുത്ത ചില സമീകരണങ്ങളുണ്ട്. അതായത് ചില പാർട്ടികൾ അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ തന്നെ തീവ്ര വർഗീയത പുലർത്തുന്ന പാർട്ടികളാണ്. അതല്ലാതെ അവരുടെ താല്പര്യമെന്ന് പറയുന്നത് മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാരുടേതല്ല, അവരുടേത് തെറ്റായ സമീപനമാണ് എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ ഈ സംഘടനകളെയൊക്കെ തന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു എതിർപ്പ് താങ്കൾക്ക് ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം ഇവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആരാരെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യത്തിനെ പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ ആരെങ്കിലും ഇത്തരത്തിലുള്ള തീവ്ര ചിന്തകളിൽ പുലർത്തുന്ന പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവരെയും അകറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ വോട്ട് ബാങ്ക് എന്നുള്ളത് കൊണ്ട് അവരെയും ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ ഇത്തിരി സോഫ്റ്റൻ ചെയ്ത് ഇത്തിരി മൈൽഡ് ആക്കിയിട്ട് ഇത് വലിയ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയാണ് കൂടുതൽ പ്രശ്നം എന്ന നിലയ്ക്കുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അതാണ്. ഞാൻ പറയുന്നത് ഇതൊരു നയവഞ്ചനയാണ്. കാരണം ഭൂരിപക്ഷ വർഗീയത സമം ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുകയും എന്നാൽ അതിൻ്റെ പ്രാവർത്തികമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സംസ്ഥാനത്തുള്ള ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ പേരിൽ നിങ്ങൾ തന്നെ ഒരു വിഭാഗത്തിനെ വിക്ടിമൈസ് ചെയ്യുന്ന രീതിയിൽ അതല്ലേ അവിടെ നടക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും SDPIക്കാരാണോ? അല്ലല്ലോ. അവരെല്ലാവരും തന്നെ ജമാഅത്തെ ഇസ്ലാമിയിലോ വെൽഫെയർ പാർട്ടിയിലോ വിശ്വസിക്കുന്ന ആൾക്കാരാണോ? അല്ല. അതിൽ തന്നെ വളരെ കൃത്യമായിട്ട് മതേതരമായി ചിന്തിക്കുന്ന ആൾക്കാർ, ഇനി അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള ഉന്നമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള സംഘടനകളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, ഇവരെല്ലാവരും തന്നെയുണ്ട്. ഇതിൽ തന്നെ എത്രയോ ആൾക്കാർ തീവ്രവർഗീയതയെ തള്ളിപ്പറയുന്ന ആൾക്കാരുണ്ട്, വർഗീയതയെ തള്ളിപ്പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു ആശങ്കയാണ്. അതായത് ആ മതവിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഘടനയെ വർഗീയതയുടെ പേരിൽ തള്ളിപ്പറഞ്ഞാൽ ഇത് നമുക്ക് പാരയാകുമോ എന്നുള്ള ഒരു ചിന്തയുണ്ട്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഒരു വോട്ട് പോലും നഷ്ടമാകരുത് എന്നുള്ള ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോർമുലയാണ് ഈ സമീകരണത്തിലേക്ക് ഇവരെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വർഗീയത എന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെസ്സറായിട്ടുള്ള ഒരു ഈവിളാണ് എന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ വരുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ നയവഞ്ചനയാണ്, ഒപ്പം ഈ സമൂഹത്തിനോട് കാണിക്കുന്ന വഞ്ചനയാണ്, മുസ്ലിം മതവിഭാഗത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആൾക്കാരോട് കാണിക്കുന്ന വഞ്ചനയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അത് ഒരുപക്ഷെ ഇനി വരുന്ന നാളുകളിൽ, കാരണം നമുക്കറിയാം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ ഘട്ടങ്ങളിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം പല മേഖലകളിലും ചെലുത്താൻ കഴിയുന്ന പാർട്ടികളാണ് വെൽഫെയർ പാർട്ടി ആണെങ്കിലും SDPI ആണെങ്കിലും. വളരെ കൂടുതലായിട്ടുള്ള അംഗബലം പല സ്ഥലങ്ങളിലും ഉണ്ടാകണമെന്നില്ല, പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കക്ഷികളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവരോടൊക്കെ തന്നെ അലർജി കാണിക്കുന്ന, ഇവരോടൊക്കെ തന്നെ വിമുഖത കാണിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ ഒരു സമയമാകുമ്പോഴേക്ക് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് നോക്കുക. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് SDPI വോട്ട് വേണ്ട, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഒരു കാര്യത്തിനും ഞങ്ങൾ ഒപ്പം നിൽക്കില്ല, ഇവരൊക്കെ തന്നെ വർഗീയ പാർട്ടികളാണ്, പ്രസ്ഥാനങ്ങളാണ് എന്ന് പറയാൻ അന്ന് തയ്യാറായിരിക്കുന്ന എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് നോക്കാം. എൻ്റെ അറിവിൽ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ ബോധ്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും, കോൺഗ്രസോ CPM-ഓ അത് പറയാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അത് പറയാൻ കഴിയില്ല എങ്കിൽ പിന്നീട് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ അത് പറയാനായിട്ട് ഇവർക്ക് കഴിയുമോ എന്നുള്ളത് തന്നെ ചിന്തിച്ച് നോക്കുക. എന്തായാലും അങ്ങ് പറഞ്ഞത് തന്നെയാണ് അവസാനം സംഭവിക്കുക എന്നാണ് എല്ലാവർക്കും, അതായത് സാമാന്യ ബോധത്തിൽ ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നത്. അതായത് ഒരു തീവ്രവാദത്തിന് അല്ലെങ്കിൽ ഒരു വർഗീയതയെ പറ്റി പറയുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പറ്റി പറയുകയും അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്നാണ് എന്ന് പറയുകയും
തങ്ങളുടെ ആവശ്യം വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ നെഞ്ചോട് ചേർത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരുതരം ഇരട്ടത്താപ്പ് നയം എല്ലാ പാർട്ടികളും സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടത് വലത് പാർട്ടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ച. എന്തായാലും ഒരുപാട് നന്ദി ഈ ചർച്ചയുമായി സഹകരിച്ചതിന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.